ഗോപാൽജി എത്ര വർഷമായിട്ട് രാമനായിട്ടുള്ള ആത്മബന്ധം തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ വർഷം നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഒരു 84 ആന കൂടെ മേടിച്ചു രാമങ്ങൾക്ക്. 54 മേടിച്ചു. 84 ആന മേടിച്ചിട്ട് ഞാൻ 87 മുതൽ ആനയായിട്ട് ബന്ധമായി. ആനയായിട്ട് ബന്ധമില്ല. അന്ന് ആന അഴിച്ചേർന്ന പാപ്പൻ കടുവ വേലായുധനായിരുന്നു. കടുവ വേലായുധന്റെ ഒരാളുണ്ടായിരുന്നു ശിവൻ. കടുവയുടെ അഞ്ഞ് ശിവന് പാപ്പൻ. ശിവന് മൂന്നാം പാപ്പനാണ്. ഒന്നാം പാപ്പൻ അല്ല, രണ്ടാം പാപ്പനല്ല, മൂന്നാം പാപ്പൻ. ചെറിയ മൈന. അന്ന് ഈ അമ്പലത്തിത്ര മണ്ഡപമൊന്നുമില്ല. അമ്പലത്തിൽ ഇത്ര സെറ്റപ്പ്. അന്ന് കാണുന്ന മറ്റേ പാനപ്പരയും കാണുന്ന പഴയ ഇതുള്ളൂ. ഇപ്പൊ മുമ്പിലുള്ള കല്യാണ മണ്ഡപം ഇല്ല. അപ്പൊ അന്ന് അവനെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ചിന്ന പയ്യനാ ശിവൻ. അപ്പൊ ഞാൻ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞ സമയത്ത്, ജോലി കഴിച്ച് മാർക്കറ്റിൽ പറഞ്ഞ സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. അപ്പൊ ഞാനിത് കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും മക്കളും മുക്കില്ല. അപ്പൊ ഞാൻ ആ ശിവന്റെ അടുത്ത് കിടക്കും. അന്ന് ആന കെട്ടത് ഇവിടെയല്ല, കുളത്തിന്റെ അപ്പുറത്തൊരു കക്കയങ്ങമുണ്ട്. കക്കയങ്ങമെന്ന് വെറുതെ പറയണ ആന കെട്ടണ. ഇപ്പൊ പഴയ കാലത്ത് ആന കെട്ടുന്ന സ്ഥലം കുളത്തിന്റെ അപ്പുറത്ത്. ഇപ്പൊ കക്കയങ്ങ മറ്റുള്ള ആനകളെ വന്നൊരു കൈകാര്യം ചെയ്യുന്ന സ്ഥലമായിട്ട് കക്കയങ്ങ ക്യാമ്പാക്കിയത്. അപ്പൊ അന്ന് ആന അവിടെ നിൽക്കുക. വെള്ളം കൊടുക്കാൻ രാത്രി പോകും, പട്ടിട്ട് കൊടുക്കാൻ പോകും. അപ്പൊ പോണ സമയത്ത് ആനയുടെ നല്ല സമയം, നല്ല ഇന്നത്തെ രാമനല്ല, അന്നത്തെ തെറിച്ചു നിൽക്കുന്ന രാമൻ. തെറിച്ചു നിൽക്കുന്ന നോക്കി കഴിഞ്ഞ രാമൻ എങ്ങനെയാണെന്ന് ആർക്കറിയില്ല. അങ്ങനത്തെ രാമൻ. ആ രാമന്റെ അടുത്തേക്ക് വെള്ളം കൊടുക്കാൻ പോകും. ഒരു 4-5 പ്രാവശ്യം രാമന് മുമ്പിൽ ഞാൻ പെട്ടു രാത്രി. നമ്മളൊക്കെ കള്ളു കുടിച്ചിട്ട് ചെല്ലണം. അവനെ ചെറിയ പയ്യൻ. നിങ്ങൾ രണ്ടുപേരാണോ പോകുന്നത്? രണ്ടുപേര്. അന്നിങ്ങനെ ദിവസം വാച്ച്മാനൊന്നും ഇല്ലേ അമ്പലത്തില്. പട്ടിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും. അങ്ങനെ ചെന്ന് ആൻ്റെ അടുത്ത് ആനക്ക് വിളിച്ചിട്ടുമില്ല. ആനയുടെ സമയം ഒലിക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഒലിക്കണതൊക്കെ മണിയേട്ടൻ്റെ രാമേട്ടൻ്റെ ഫസ്റ്റ് ഒലിവ്. അത് മുളക അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോ അങ്ങനെ കൂടെ കിടക്കും. അങ്ങനെ ആനയായിട്ട് കൂടുതൽ ബന്ധങ്ങളായി. പട്ടിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ആപ്പിൾ മുന്തിരിക്ക് ഉണ്ടാവും. മുന്തിരി. അപ്പൊ ആന നമ്മൾ പറഞ്ഞത് കാത്തു വെക്കും. അത് കഴിഞ്ഞ് പിന്നെ കടുവ വേലായുധൻ കഴിഞ്ഞിട്ട് ഞാൻ വലിയ ആനയാക്കിയത് കടുവയുടെ അനിയൊരു ഉണ്ണി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. കടുവയുടെ അനിയൊരു ഉണ്ണി. അതുവരെ ഈ ബാലകൃഷ്ണൻ അടിക്കുന്ന സമയത്ത് ഏറ്റവും അറ്റത്ത് നിൽക്കുക. 15 ആന ഉണ്ടെങ്കിൽ 15 ആനയുടെ അറ്റത്തോണ്ട് നിർത്തുള്ളൂ. ഈ ഉണ്ണി വന്നപ്പോ ഈ ആനനെ പറപ്പുക പൂരത്തിന് കണ്ടമുള്ളി ബാലനാരായണനും കർണനാണ് അവിടെ കോമ്പറ്റീഷൻ. അതില് ഉണ്ണി 5 ആനയ്ക്ക് നിക്കള തെറിയുണ്ട്. 5 ആനയ്ക്ക് നിക്കള തെറിയില് ഈ കടുവയുടെ അനിയന് ഉണ്ണി ആനനെ കയറ്റി നിർത്തി. കയറ്റിയത് ബാലനാരായണൻ കർണനാലയ്ക്ക് തോൽപ്പിച്ചു തലപ്പൊക്കത്തില്. അപ്പൊ സ്ഥിരം കോലം കണ്ടമുള്ളിയാണ്. അന്ന് കണ്ടമുള്ളി 317 ആനയാണ്. കണ്ടമുള്ളി നല്ല ആനയാണ്. രാമചന്ദ്രനുള്ള ഒപ്പം ഉള്ള ആനയാണ്. അന്ന് കണ്ടമുള്ളി ബാലനാരനെ അലക്കിയപ്പോ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കാൻ തയ്യാറായില്ലേ. ഒരു ദിവസം കൊണ്ട് നമുക്ക് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കുറഞ്ഞ കമ്മിറ്റിക്കാര് ഇവിടുത്തെ കമ്മിറ്റിയാ കേച്ചേരിന്ന് ആളൂർക്ക് പോണ വഴിയില് കമ്മിറ്റി. കേച്ചേരി കഴിഞ്ഞാൽ കർണൻ കേച്ചേരി സെന്ററിന്, ബാലനാരായണൻ പുത്തൂര് മാതാമംഗലത്തിന് കൈപ്പറമ്പ്. ബാലനാരായണനോടെ സാധനം അവിടെ വലിയ ആനയല്ല ആ സമയത്ത് ഏറ്റവും വലിയ ആന. അപ്പോ നമ്മൾ കുറഞ്ഞ ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. രാമചന്ദ്രൻ തലമുഖത്തില് കണ്ടമുള്ളിനാട്ടിലും കർണനാട്ടിലും കൂടുതലായി. അപ്പൊ നമ്മൾ കൊടുന്ന കമ്മിറ്റിക്കാർ വിടില്ലല്ലോ. അപ്പൊ ആന അളക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അളവ് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇതായി. അങ്ങനെ നിരന്തരം 2-3 കൊല്ലം അവിടെ കർണനായിട്ട് ബാലനാരായണനായിട്ട് തർക്കമായി. കമ്മിറ്റി കൊണ്ടുപോയപ്പോ പൂരക്കാർ അവര് മാസക്കാരല്ല, ആളൊരു വഴിയുള്ള തൊട്ടപ്പുറത്ത് നമുക്ക് വേണ്ടപ്പെട്ട കമ്മിറ്റിയാ, പേര് ഓർമ്മയില്ല. അങ്ങനെ അവിടുന്ന് ബാലനാരായണനിലേക്ക് കർണനിലേക്ക് മറ്റുള്ള കമ്മിറ്റിക്കാരും നാട്ടുകാരും അവിടെ വഴക്കായി. നമ്മുടെ പേരാളിന് ഇഷ്ടംപോലെ ആൾക്കാർ പൂരം കാണാൻ പോകും. കേച്ചേരിയല്ലേ
അന്ന് ഇങ്ങനെ ഇതില്ലേ പൂരം കാണാൻ നമ്മുടെ രാമൻ തന്നെ മത്സരപൂരല്ലേ. പറപ്പുക പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പൂര കുന്നോളം ഭാഗത്ത്. അത് കഴിഞ്ഞ് പിന്നെ പറപ്പുക പൂരം കഴിഞ്ഞ പൂരല്ലേ, മാർച്ച് 30 തന്നെ പൂരം. അങ്ങനെ ഇവിടെ നാട്ടുകാരെ അവിടെ ആകെ പ്രശ്നമായി. അപ്പൊ കർണന്റെ പാപ്പൻ ചാമി ഹരിയേട്ടൻ്റെ എല്ലാം നാന ഒത്തപ്പല ഹരിയേട്ടല്ലേ, മംഗലശ്ശേരി അവരെല്ലാം ആണ് നിങ്ങൾ. അങ്ങനെ തർക്കായി വീണ്ടും പോന്നു. പിന്നെ നമ്മള് അളന്ന് തന്നെയാണ്. രാമൻ 317 ആയിട്ടില്ലേ, 313 ഇപ്പൊ 317 ഉണ്ട്. ഇപ്പോ 117 ഉണ്ട്. അത് 4-5 കൊല്ലം മുപ്പത് അളന്നിട്ടുള്ള ഇപ്പോഴത്തെ അളന്നല്ല, പഴയ 4-5 കൊല്ലായി ഫോറസ്റ്റ് അളവ്. പിന്നെ ദേവസ്വം സ്ഥലത്ത് അളക്കണമെന്ന് നമ്മൾ നോക്കാറില്ലേ, നമ്മൾ ദേവസ്വത്തിന് അളവ് നോക്കാറില്ല, ഫോറസ്റ്റ് അളവാണ് നമ്മൾ. ഒരു സ്ഥലത്ത് ഇവിടെ തത്തമംഗലത്ത് പോയി, അവിടെ പോയിട്ട് അവര് അളക്കാൻ നോക്കി. അവിടെ ആന മടക്കി പോകും 2015 തത്തമംഗലത്ത് പറഞ്ഞ് ഞങ്ങളിവിടെ ആനകൾ സ്വന്തമായിട്ട് അളക്കും. നമ്മുടെ ആനയുടെ അളവ് ഇവിടെ ഉണ്ട്, ആ അളവിൽ വെച്ച് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ പറഞ്ഞു. ആന വെട്ട കൊടുന്നു. അത് അന്ന് ഷിബേട്ടനാണ്. ഈ രാമന്റെ ആ ഒരു ഗോപാൽജിയുള്ള അടുപ്പം അതെങ്ങനെയാണ്? അത് എത്രത്തോളം വൈകാരികമായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പല പ്രാവശ്യം എന്നെ ആന പിടിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ആന എന്നെ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം വെച്ച് എന്നെ അടിച്ചിട്ടുണ്ട്. നീരിൽ നിൽക്കുന്ന സമയത്താണ്? നീരിൽ നിൽക്കുന്ന സമയത്തല്ല, നീര് കഴിഞ്ഞിട്ടും നീരിലൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ആന ചെയ്ത് രാമൻ തന്നെ ശരിക്കും ഒരാന അടിച്ചു കഴിഞ്ഞാൽ ഒരാന വീഴും. രാമൻ തന്നെ അടി കിട്ടുക ചെയ്തു. അപ്പൊ നമ്മളൊക്കെ ഒരു ആനയിൽ രാമൻ തന്നെ അടി കിട്ടി കഴിഞ്ഞാൽ ഒരു ആനയല്ലോ, ഒരു മനുഷ്യനല്ലോ, നമ്മളത്ര ആവും പീസാവും. അപ്പൊ നമ്മളെ അത്ര ചെറിയ അടി അടിക്കുന്നു. ഒരു വൈരാഗ്യടിയില്ലെന്ന് ഓടാ തെറിച്ച് പൊക്കോ ശല്യം വേണ്ട, ശല്യപ്പെടുത്തണ്ട പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് ദേഷ്യം വന്ന് അടിച്ചൊരു ആന വീഴും. ആ വീണോട് നമ്മളെ അടിക്കുമ്പോ ചെറുകടി, എന്നിട്ട് ആനയുടെ കയ്യിൽ പെട്ടിട്ട് ആന കുമ്പി കൈ പിടിച്ചിട്ട് രാത്രി പാതയ്ക്ക് പല സംഭവങ്ങളുണ്ട്. പല ഇതൊന്നും ആരും ബോധ്യപ്പെടുത്താൻ ചെയ്യേണ്ട നമുക്ക് ഒരാളെ അവാർഡിന്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇപ്പൊ രാമനായിട്ടുള്ള നമ്മളെ ബന്ധം. അത്ര മുമ്പിൽ ആനയുടെ അടുത്ത് പെട്ടിട്ട് ആന നമ്മളെ ചെയ്യാത്തതിന്റെ കാരണം നമ്മള് തിന്നാൻ കൊടുത്ത ആത്മബന്ധം. അങ്ങനെ വിചാരിക്കുക ചിലപ്പോ നാളെ നമ്മൾ ആനയുടെ മുമ്പിൽ പെട്ടേക്കാം. ഞാൻ നോക്കാറില്ലേ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ആന നമ്മളെന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചെയ്തിട്ട് ഒരു വാരിയിലൊക്കെ ചിന്നിണ്ട് അടിയിട്ടിട്ട്. അപ്പൊ ശരിക്കും അടിക്ക് ഒരു ആന വീഴും. അപ്പൊ നമ്മളെന്നെ ശരിക്കും അടിക്കുന്നില്ലേ, പോടാറുണ്ട് ശല്യമായിട്ട് ആനക്ക് കള്ളു കുടിച്ച് പോകല്ല. ആന അടുത്ത് ശല്യപ്പെടുത്തുമ്പോ ആന പറഞ്ഞത് ഞാൻ കിടക്കാം രാത്രിയല്ലേ, ഞാൻ പോട്ടെ, ഞാൻ ആന കിടക്കാറായി. ഞാൻ ആന കിടക്കണ സമയത്ത് ആൻ്റെ അടുത്ത് കിടക്കും. എന്നിട്ട് ആന ഉറങ്ങുമ്പോ ആനക്ക് കിടക്കാറായി. ഞാൻ പോയതിനു ശേഷം ആന കിടക്കണോ. അപ്പൊ ആന നമ്മളെ ഓടിപ്പിക്കും. എങ്ങനെ മനസ്സിലേ, തിന്നണ പട്ടോണ്ട് അടിക്കും. നമ്മളപ്പോ ആനന്റെ തൊട്ടടുത്ത് കിടക്കും. ഉറങ്ങിണ്ടാവില്ലേ, ഉറങ്ങിയ പോലെ പുറത്ത് അങ്ങനെ കിടക്കണ്ടാവും. ആനക്ക് കിടക്കാറായി. അപ്പൊ ആന അപ്പൊ നീ കിടന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞ എൻ്റെ പോവും. ടെസ്റ്റിങ്. അപ്പൊ അതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഏകദേശം 35-40 വർഷമായിട്ടുണ്ടല്ലോ. ഇനിയും പറയാണ്ട്, ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ഭാഗം നമുക്ക് ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് ഇത്ര നീര് വരെ പിടിച്ചാലും നമ്മളെ വിടും. ഇനിയും പറയാണ്ട്.